കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യമെമ്പാടും നടത്തുന്ന മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ഇടുക്കിയിലെ 5 ഇടങ്ങളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. ഇവിടങ്ങളിൽ 4 മണിക്ക് തന്നെ അപായ മുന്നറിയിപ്പ് നൽകുന്നതിനായുള്ള സൈറൻ മുഴങ്ങി. അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ സജ്ജരായിരിക്കുക എന്ന സന്ദേശം നൽകിയാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. കുമളി മന്നാക്കുടി CSC കമ്മ്യൂണിറ്റി സ്റ്റഡീസ് സെന്റർ, തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം GVHSS, അടിമാലി മന്നാങ്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ, മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ്, മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തന മോക്ക് ഡ്രിൽ നടത്തിയത്. ഇവിടങ്ങളിൽ 4 മണിക്ക് തന്നെ അപായ മുന്നറിയിപ്പ് നൽകുന്നതിനായുള്ള സൈറൺ മുഴങ്ങി. തുടർന്ന് തീപിടുത്തം, കെട്ടിടനാശം, സെർച്ച് ആൻഡ് റെസ്ക്യൂ പ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു. ദുരന്തബാധിത പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തി ദുരന്തബാധിതരെ ഷെൽട്ടർ ക്യാമ്പിലും പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതും ഗുരുതര പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായിരുന്നു. അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ സജ്ജരായിരിക്കുകയെന്ന സന്ദേശം നൽകി കിലയുടെ ആഭിമുഖ്യത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, ദുരന്ത നിവാരണ അതോറിറ്റി, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യം, വൈദ്യുതി എന്നിവയുൾപ്പെടെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. വൈകിട്ട് 4 മണിക്ക് സൈറൺ മുഴങ്ങിയപ്പോൾ മുതൽ എല്ലായിടങ്ങളിലെയും വീടുകൾ, ഓഫീസുകൾ, മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്തും ജനാലകൾ അടച്ചിട്ടും അതാത് പ്രദേശത്തെ ജനങ്ങളൊന്നാകെ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി. 4:30 സൈറൺ മുഴങ്ങിയപ്പോഴാണ് മോക്ക് ഡ്രിൽ സമാപിച്ചത്. ദുരന്ത പ്രതികരണ സമയത്ത് എല്ലാ വകുപ്പുകൾക്കും പൊതുസമൂഹത്തിനും അവബോധം നൽകുക, ദുരന്തങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നിവ സംബന്ധിച്ച പരിശീലനം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയ നിരവധി പേർ മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തു. സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംബന്ധിച്ച് ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ജില്ലാ മേധാവികളെ ഉൾപ്പെടുത്തി യോഗം ചേരുകയും മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും നിർദ്ദേശങ്ങൾ കൈമാറിയിരുന്നു.